നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഒന്ന് നിർത്ത്. എല്ലാവരും ചേർന്ന് മാധവൻ നായരെ വിചാരണ ചെയ്യാൻ ഇറങ്ങി തിരിച്ചിരിക്കുക അല്ലേ? ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നതെല്ലാം ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ സ്വത്തുക്കളാ. എന്തിന്? നീയൊക്കെ കൊടുത്തിരിക്കുന്ന വസ്ത്രങ്ങളും സഞ്ചരിക്കുന്ന വണ്ടികളും കഴിക്കുന്ന ആഹാരം പോലും എന്റെ വിയർപ്പിന്റെ ഫലമാ. അതിലാർക്കും നയാ പൈസ പോലും ചെലവില്ല. ജോലി നഷ്ടപ്പെട്ടാലും ഇനിയൊരു ജോലി നേടി എല്ലാം തിരിച്ചു പിടിക്കാനുള്ള ശേഷി എനിക്കുണ്ട്. അതുകൊണ്ട് ആരും എന്നെ ഭരിക്കാനൊന്നും വരണ്ട, മനസ്സിലായോ? വന്ദനമുള്ള കല്യാണം മുടങ്ങി. അത് ദൈവം നേരത്തെ കരുതിക്കൂട്ടി വെച്ച ഏതൊരു വിധി. കല്യാണത്തിന് ശേഷമാണ് രാജീവിന് ഇങ്ങനെ ഒരു വിധി വന്നിരുന്നെങ്കിലോ? ക്ഷമിക്കണോ അച്ഛ, എല്ലാം എന്റെ ജാതകദോഷം വരുത്തി വെച്ചതാ. ശപിക്കരുത് എന്നെ. വിവാഹം വേണ്ടാതിരുന്ന എന്റെ ജീവിതത്തിലേക്ക് രാജുവേട്ടനെ ക്ഷണിച്ചത് ഞാനല്ല, നിങ്ങളെല്ലാവരും ചേർന്നെടുത്ത തീരുമാനം. ഞാനതിന് നിന്നു തന്നു എന്ന് മാത്രം. ക്ഷമിക്കണം, ശപിക്കരുതന്നെ. എന്താ ഇത്? അച്ഛൻ എന്റെ മോളെ ശപിക്കാനോ? മോളെ, ഈ നഷ്ടങ്ങൾക്കും നിനക്കും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അച്ഛന്റെ ആത്മധൈര്യം നിനക്കും ഉണ്ടാവണം. മോളെ, മറ്റുള്ളവർക്ക് നീ ജാതകദോഷക്കാരി. അച്ഛൻ എന്റെ മോള് രാജകുമാരിയെ. രാജകുമാരി. അതെ മോളെ, നീ കാരണം ഇവിടെ ഒന്നും നശിച്ചിട്ടില്ല. അച്ഛനും അമ്മയ്ക്കും ഒരിക്കലും എന്റെ മോളെ ഒരു കുറ്റക്കാരിയായിട്ട് കാണാനും പറ്റില്ല. എല്ലാം ദൈവനിശ്ചയ. ഭഗവാനെ, ആ ദൈവം നിന്റെ ജീവിതത്തിൽ എന്താ തീരുമാനിച്ചിരിക്കുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.